അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ ആദ്യമായി ഇന്ത്യയിൽ പ്രതിനിധിയെ നിയമിച്ചു. മുംബൈയിലെ അഫ്ഗാൻ കോൺസുലേറ്റിലെ ആക്ടിംഗ് കോൺസലായി ഇക്രാമുദ്ദീൻ കമാലിനെയാണ് അഫ്ഗാൻ സർക്കാർ നിയമിച്ചത്. ന്യൂഡൽഹി സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് കമിൽ. 2021 താലിബാൻ അഫ്ഗാനിൽ അധികാരമേറ്റതിന് ശേഷം ഇതാദ്യമായാണ് ഇന്ത്യയിൽ പ്രതിനിധിയെ നിയമിക്കുന്നത്. മുംബൈയിലെ അഫ്ഗാൻ കോൺസുലേറ്റിലെ ആക്ടിംഗ് കോൺസലായി ഇക്രാമുദ്ദീൻ കമാലിനെ നിയമിച്ച വിവരം അഫ്ഗാൻ വിദേശകാര്യ സഹമന്ത്രി ഷേർ മുഹമ്മദ് അബ്ബാസ് താനിസ്കിയാണ് എക്സ് ഹാൻഡിലൂടെ അറിയിച്ചത്. ന്യൂഡൽഹി സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ കാമിൽ നേരത്തെ മുതൽ നയതന്ത്ര ചുമതലകൾ വഹിച്ചിരുന്നതാണ് വിവരം. 2021 താലിബാൻ അഫ്ഗാനിൽ ഭരണമേറ്റതിനു ശേഷമുള്ള ഇന്ത്യയിലെ ആദ്യ നിയമനമാണിത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. അഫ്ഗാനിൽ താലിബാന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റത് ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. പിന്നാലെ കാബൂളിൽ എല്ലാ എംബസികളും അടച്ചിരുന്നു. പക്ഷേ അഫ്ഗാൻ ജനതയുമായി കാലങ്ങളെ തുടർന്നു വരുന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാനുഷിക പരിഗണന കണക്കിലെടുത്ത് സ്ഥിതി വിലയിരുത്തുന്നതിനായി ഒരു സംഘത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം 2022 അഫ്ഗാനിലേക്ക് അയച്ചിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.